2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടനിലെത്തി. സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ ട്രംപിനും ഭാര്യ മെലാനിയയ്ക്കും സ്വീകരണം നൽകി. ചാൾസ് രാജാവ്, ഭാര്യ കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ എന്നിവരുമായി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ ബ്രിട്ടനിൽ ഒരു ഭാഗം പ്രതിഷേധിക്കുകയും ചെയ്തു. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ട്രംപിന്റെ നിലപാടിനോട് എതിർപ്പുള്ള ആളുകൾ ബ്രിട്ടനിൽ ഒരുപാടുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. നേരെ തിരിച്ചാണ് നമ്മൾ കേട്ടത്. എന്തെന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മഞ്ഞുരുകുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം അതിരാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ കോളും അദ്ദേഹത്തിനുള്ള പിറന്നാൾ ആശംസകൾക്കും ശേഷം ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ നേരെ ലണ്ടനിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു. ട്രംപിന് ഏറെ വൈകാരിക ബന്ധമുള്ള ഒരു മണ്ണാണ് യൂറോപ്പ്. അമ്മ മേരിയാൻ മക്ലോഡ് ജനിച്ച മണ്ണാണ് സ്കോട്ട്ലൻഡ്. പ്രഥമ വനിത മെലാനിയ ട്രംപും ഡൊണാൾഡ് ട്രംപിനോടൊപ്പമുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിന്റെ തുടക്കത്തിൽ നാളെ ചാൾസ് രാജകുമാരനുമായി വിൻസർ കാസിലായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. SKN 37 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1988 ചാൾസ് രാജകുമാരൻ ഡൊണാൾഡ് ട്രംപിന്റെ അതിഥിയായി ഫ്ലോറിഡയിലെ ട്രംപിന്റെ സ്വകാര്യ വസതിയായ മാഴലഗോയിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ഡിസംബറിൽ അഗ്നിക്കിരയായതിനു ശേഷം പുനർനിർമ്മിച്ച പാരീസിലെ പ്രശസ്തമായ നോട്രഡാം കത്തീഡ്രലിലെ ആദ്യ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് ട്രംപും ചാൾസ് രാജകുമാരനും തമ്മിൽ അവസാനമായി കണ്ടത്. എലിസബത്ത് രാജകുമാരി അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് ട്രംപും മെലനിയും ചേർന്ന് റീത്ത് സമർപ്പിക്കും. വ്യാഴാഴ്ചയായിരിക്കും സുപ്രധാനമായ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ഒരു ചരിത്രം കൂടിയാകുകയാണ്. അതായത് 2 സ്റ്റേറ്റ് വിസിറ്റ് നടത്തുന്ന ആദ്യ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകുകയാണ്. ലണ്ടനിലാണെങ്കിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ചാർലി കിർക്ക് അമേരിക്കയിൽ കൊല്ലപ്പെട്ടതും ട്രംപിന് നേരെ തുടർച്ചയായി നടക്കുന്ന വധശ്രമങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് US-ന്റെയും അതുപോലെ UK-യുടെയും ഒക്കെ സുരക്ഷാ സേനാംഗങ്ങൾ പതിവിലും കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിമാനമിറങ്ങി ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ടുമോറോ ഈസ് എ ബിഗ് ഡേ എന്നാണ്. ചാൾസ് രാജകുമാരനുമായിട്ടും തുടർന്ന് നടക്കുന്ന നയതന്ത്ര കൂടിക്കാഴ്ചകളുമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ അതിന്റെ ആദ്യ ആഴ്ചകളിൽ, അതായത് ഫെബ്രുവരിയിൽ, ചാൾസ് രാജകുമാരന്റെ ഒരു ക്ഷണക്കത്തുമായിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വൈറ്റ് ഹൗസിൽ എത്തിയത്. ഒരുപക്ഷെ ഈ രാജകീയ ബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി ഒരു നല്ല നയതന്ത്ര ബന്ധം അമേരിക്കയുമായി സ്ഥാപിക്കുകയായിരിക്കാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം. SKN ഇപ്പോൾ ഖത്തറിലാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അദ്ദേഹവും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ചേരുന്നതായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.